വെൽക്കം ടു സൈലം SSC ആൻഡ് RRB. എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീക്കിലി കറണ്ട് അഫെയർസിൽ നമ്മൾ ഒരു ഓൾമോസ്റ്റ് 2 വീക്കത്തെയോളം കറണ്ട് അഫെയർസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിനു മുന്നേ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ RRB ഗ്രൂപ്പ് ഡി ബാച്ചിന്റെ കാര്യമാണ്. 2026 മികച്ച ഒരു റെയിൽവേ ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ബാച്ചാണ് RRB ഗ്രൂപ്പ് ഡി ബാച്ച് എന്ന് പറയുന്നത്. RRB ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നു, നമുക്കറിയാം അപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് റെയിൽവേയിൽ ഒരു മികച്ച കരിയറാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് 2026 ഗ്രൂപ്പ് ഡി പോസ്റ്റിന് അണ്ടറിൽ വരുന്ന ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന് കൃത്യമായി വേണ്ടത് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ആണ്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ബാച്ചിനാകും എന്നുള്ളത് നമ്മുടെ എല്ലാ ടീച്ചേഴ്സിന്റെയും ഉറപ്പാണ്. സോ ജോയിൻ ചെയ്യുക നമ്മുടെ RRB ഗ്രൂപ്പ് ഡി ബാച്ചിലേക്ക്. 2,999 ആണ് നമ്മുടെ ബാച്ച് ഫീസ് എന്ന് പറയുന്നത്. നമുക്ക് ന്യൂസിലേക്ക് പോകാം. ദ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ക്യാരിഡ് ഔട്ട് എ ഹൈ ഓൾട്ടിറ്റ്യൂഡ് റെസ്ക്യൂ ആൻഡ് റോഡ് റീസ്റ്റോറേഷൻ ഓപ്പറേഷൻ അണ്ടർ പ്രോജക്ട് സമ്പർക്ക്. പ്രോജക്ട് സമ്പർക്കിന്റെ അണ്ടറിലാണ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് റെസ്ക്യൂ ആൻഡ് റീസ്റ്റോറേഷൻ ഓപ്പറേഷൻ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എവിടെയാണ്? ചത്തേർഗ്ല പാസിലാണ്. ഏകദേശം ജമ്മു ആൻഡ് കാശ്മീർ യൂണിയൻ ടെറിട്ടറിയിലെ ബദേർവ ചത്തേർഗ്ല റീജിയണിലാണ് ഈ ചത്തേർഗ്ല പാസ് വരുന്നത്. അതായത് കത്വ ഡിസ്ട്രിക്റ്റ് ബാനി, അതായത് കത്തുക ഡിസ്ട്രിക്റ്റിലെ ബാനി എന്ന് പറയുന്ന സ്ഥലത്തെയും ദോഡ ഡിസ്ട്രിക്റ്റിലുള്ള ബദേർവയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ്സാണ് ചത്തേർഗ്ല പാസ് എന്ന് പറയുന്നത്. സോ അവിടെയാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഹൈ ഓൾട്ടിറ്റ്യൂഡ് റെസ്ക്യൂ ആൻഡ് റീസ്റ്റോറേഷൻ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് അണ്ടർ പ്രോജക്ട് സമ്പർക്ക്. ഓക്കെ, നാഗാലാൻഡ് ഗെറ്റ് ഇറ്റ്സ് ഫസ്റ്റ് ഡ്രോൺ സ്കൂൾ. അതായത് നാഗാലാൻഡ് ഗോട്ട് ഇറ്റ്സ് ഫസ്റ്റ് ഡ്രോൺ സ്കൂൾ ആൻഡ് ഡ്രോൺ സെന്റർ ഓഫ് എക്സലൻസ് അറ്റ് നാഗാലാൻഡ് GIS ആൻഡ് റിമോട്ട് സെൻസിംഗ് സെന്റർ അറ്റ് കൊഹിമ. അപ്പോൾ റിമോട്ട് സെൻസിംഗ് സെന്റർ കൊഹിമയിലാണ് നാഗാലാൻഡിന്റെ ഫസ്റ്റ് ഡ്രോൺ സ്കൂൾ വരാനായിട്ട് പോകുന്നത്. സോ അതായത് ഇത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് റിമോട്ട് സെൻസിംഗ് സെന്റർ ആൻഡ് പ്ലാനിംഗ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഡിപ്പാർട്ട്മെന്റ് വിച്ച് എയിംസ്, അതായത് യൂത്തിനെ ഡ്രോൺ ടെക്നോളജിയിൽ എക്യുപ്ഡ് ആക്കുക, മോർ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സെക്ടേഴ്സിൽ ഡ്രോൺ ടെക്നോളജി യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ ഡോക്ടർ വിൻസ് വില്ലി റിസർച്ച് ഹീറോസ് പ്രൈസ് 2025. ചന്ദ്രകാന്ത് ലഹാരിയ ഫോമർ മെമ്പർ ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് വില്ലി റിസർച്ച് ഹീറോസ് 2025 പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഹീസ് ദ ഫസ്റ്റ് ഇന്ത്യൻ, അതായത് ഈ ഒരു വില്ലി റിസർച്ച് ഹീറോസ് പ്രൈസ് 2025 ലഭിക്കുന്ന, അതായത് വേൾഡ് വൈഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള റിസർച്ച് പ്രോജക്റ്റുകൾ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ ഒരു വില്ലി റിസർച്ച് പ്രൈസ് ലഭിക്കുന്നത്. ഇത് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ ആൻഡ് ഓൺലി ഇന്ത്യൻ ഇതുവരേക്കും ചന്ദ്രകാന്ത് ലഹാരി ആണെന്നുള്ള കാര്യം ആലോചിക്കുക. പബ്ലിക് പോളിസി ഹെൽത്ത് ഇംപ്ലിമെന്റേഷനിലുള്ള കോൺട്രിബ്യൂഷനാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. Next, NCERT launches official WhatsApp channel to share curriculum updates. NCERT National Council of Educational Research Training എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കരിക്കുലം, ടെക്സ്റ്റ് ബുക്ക്, ടീച്ചർ ട്രെയിനിങ്, അങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ റിസർച്ച് ഇതുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ഡാറ്റാസ് ഷെയർ ചെയ്യുന്നതിനാണിത്. നെക്സ്റ്റ്, പഞ്ചാബ് ഗവൺമെന്റ് ലോഞ്ചസ് മുഖ്യമന്ത്രി സെഹത് യോജന ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് വർത്ത് 10 lakh ഫോർ എവറി പഞ്ചാബ് ഫാമിലി. അതായത് നമ്മുടെ ആധാർ കാർഡ് ആൻഡ് വോട്ടർ ഐഡിയുമായിട്ട് നിയറസ്റ്റ് കോമൺ സർവീസ് സെന്റർ വിസിറ്റ് ചെയ്യുക. സോ എവറി ബെനിഫിഷ്യറി വിൽ റിസീവ് എ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എൻറോൾമെന്റ്. സോ പഞ്ചാബ് ഗവൺമെന്റ് ആണ് മുഖ്യമന്ത്രി സെഹത് യോജന, അതായത് ഫ്രീ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് മെഡിക്കൽ കെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ പഞ്ചാബില് ആം ആദ്മി ഗവൺമെന്റ് ഇൻ പഞ്ചാബ് ആണ് മുഖ്യമന്ത്രി സെഹത് യോജന കൊണ്ടുവന്നിരിക്കുന്നത്. 10 ലക്ഷം പെർ ഫാമിലിയാണ് ഇതിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഒരു എക്സ്ക്ലൂഷനും തന്നെ ഇതിലില്ല. സോ എല്ലാ പഞ്ചാബ് റെസിഡൻസിനും സ്റ്റേറ്റ് ആൻഡ് സിംഗിൾ ഹെൽത്ത് കെയർ കവറേജ് ഫ്രെയിംവർക്കിലാണ് ഈ ഒരു സ്കീം പ്രൊവൈഡ് ചെയ്യുന്നത്. ആധാർ കാർഡ് ആൻഡ് വോട്ടർ ID ഉണ്ടെങ്കിൽ നമുക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. ഹൈബ്രിഡ് ഫിനാൻഷ്യൽ മോഡലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ആണ് പെർ ഫാമിലി
1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നത് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയാണ്. ബാക്കി പഞ്ചാബ് ഗവൺമെന്റും സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ത്രൂ ആണ് ഡയറക്ട്ലി ബാക്കി ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. പ്രവർത്തക് സ്വയം പ്ലസ് IIT മദ്രാസ് പ്രവർത്തക് സ്വയം പ്ലസ് ലോഞ്ചസ് ഫ്രീ AI ട്രെയിനിങ് ഫോർ റൂറൽ സ്കൂൾ ടീച്ചേഴ്സ്. IIT മദ്രാസ് പ്രവർത്തക് ടെക്നോളജി ഫൗണ്ടേഷനും സ്വയം പ്ലസും ചേർന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ് അക്രോസ് ഇന്ത്യയുള്ള റൂറൽ സ്കൂളിലെ ടീച്ചേഴ്സിന് വേണ്ടി, റൂറൽ സ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്കീം, ഇങ്ങനെ ഒരു പദ്ധതി IIT മദ്രാസ് പ്രവർത്തക് ടെക്നോളജി ഫൗണ്ടേഷൻ തയ്യാറാക്കുന്നത്. അതായത് ഇതിൽ മെയിൻലി ഒരു 40 hours ഓഫ് പ്രോഗ്രാം ആണ്. ദിസ് ഇസ് എ 40 hour പ്രോഗ്രാം. അതായത് കോൺഫിഡൻ്റ് ആയിട്ട് AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ലേണിംഗ് മെത്തഡോളജീസ് ആൻഡ് ലേണിംഗ് ഔട്ട്കം ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 40 hour പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത്. റൂറൽ ഏരിയയിലുള്ള ടീച്ചേഴ്സിനുള്ള ഫ്രീ AI ട്രെയിനിങ് ആണ് ഇതുവഴി പ്രൊവൈഡ് ചെയ്യുന്നത്. സ്വയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയുന്ന പ്ലാറ്റ്ഫോമാണ്. സ്റ്റഡി വെബ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പിറന്റ് മൈൻഡ്. അതായത് ഇന്ത്യയുടെ ഓൺ മൂക്ക് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണ് സ്വയം പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇന്ത്യ യൂറോപ്പ് യൂണിയൻ ഫൈനലൈസ് ട്രേഡ് എഗ്രിമെന്റ്. ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനെ മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് വിളിക്കുന്നത്. ദ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് യൂറോപ്പ് ഇതിന്റെ ടേം ചെയ്തിരിക്കുന്ന പേര് മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ്. സോ ഇത് സൈൻ ചെയ്തിരിക്കുന്നത് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ആന്റോണിയോ കോസ്റ്റ. ദ സൈനിങ് ഓഫ് ഇന്ത്യ യൂറോപ്യൻ ട്രേഡ് ഡീൽ അനൗൺസ്ഡ് ആൻഡ് അമിഡ് European Council President Antonio Costa and European Commission President ഉർസുല വോണ്ടർലൈൻ ആഫ്റ്റർ ഇന്ത്യാസ് വിസിറ്റ്. ഇവർ നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് ആയിരുന്നു ഇവർ രണ്ടുപേരും അല്ലെ. ഈ വിസിറ്റിന് ശേഷമാണ് ഈ ഒരു അഗ്രിമെന്റ് ഫൈനലൈസ് ആയിട്ടുള്ളത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് അഗ്രിമെന്റിന്റെ പേരാണ് മദർ ഓഫ് ഓൾ ഡീഡ്സ്. നാഷണൽ അവാർഡ്സ് ടു ഹോണർ മോഡൽ യൂത്ത് ഗ്രാമസഭ. നമ്മൾ മോഡൽ യൂത്ത് ഗ്രാമസഭ വിന്നേഴ്സ് ഇതിന് മുന്നേയുള്ള വീക്കിലി കറണ്ട് അഫയേഴ്സിൽ എന്താണ് മോഡൽ യൂത്ത് ഗ്രാമസഭ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. സോ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സും ചേർന്നിട്ടാണ് ഈ ഒരു ഓർഗനൈസിംഗ് നാഷണൽ അവാർഡ് സെറിമണി ടു ഫെസിലിറ്റേറ്റ് വിന്നേഴ്സ് ഓഫ് മോഡൽ യൂത്ത് ഗ്രാമസഭ. അതായത് സ്കൂൾ കുട്ടികളെ ഗ്രാമസഭാ സെഷൻ മോക്ക് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നതാണ്. ഗ്രാമസഭാ സെഷൻ മോക്ക് ചെയ്യുകയാണ് എന്തെന്ന് പറയുന്നത് ഈ മോഡൽ യൂത്ത് ഗ്രാമസഭ എന്ന് പറയുന്നത്. അതായത് കുട്ടികളെ ലോക്കൽ ഗവർണൻസിൽ ഇൻക്ലൂഡ് ചെയ്യുകയും ഗ്രാമസഭാ സെഷനെ കുറിച്ച് അവയർനെസ് ഉണ്ടാക്കുകയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മോർ ദാൻ 1000 സ്കൂളുകളിൽ നാഷൻ വൈഡ്, ജവഹർ നവോദയ, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ, സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കൂളുകൾ, ഇതിലൊക്കെ ഈ മോഡൽ യൂത്ത് ഗ്രാമസഭാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്ര ഡെപ്യൂട്ടി CM അജിത് പവാർ ഡൈഡ്. അതായത് മഹാരാഷ്ട്രയിലെ ബരമതിയിൽ നടന്നിട്ടുള്ള പ്ലെയിൻ ക്രാഷിലാണ് മഹാരാഷ്ട്ര ഡെപ്യൂട്ടി CM ആയിട്ടുള്ള അജിത് പവാർ അന്തരിച്ചിട്ടുണ്ടായിരുന്നത്. സോ മഹാരാഷ്ട്ര CM ആരാണ്? മഹാരാഷ്ട്ര CM ഇപ്പോഴത്തെ മഹാരാഷ്ട്ര CM ആണ് ദേവേന്ദ്ര ഫട്നാവിസ് അല്ലെ. അവിടുത്തെ ഡെപ്യൂട്ടി CM ആയിരുന്നു അജിത് പവാർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് പ്ലെയിൻ ക്രാഷിൽ അന്തരിച്ചത്. ഗുജറാത്ത് ടു സപ്പോർട്ട് ഗേൾസ് എഡ്യൂക്കേഷൻ വിത്ത് 1250 crore അണ്ടർ നമോ ലക്ഷ്മി സ്കീം. അപ്പോൾ ഗുജറാത്ത് ഗവൺമെന്റ് ആണ് നമോ ലക്ഷ്മി സ്കീമിന്റെ അണ്ടറിൽ 1250 crore ഫിനാൻഷ്യൽ ഇയർ 2025-26 അക്കാദമിക് ഇയറിലേക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. 12 ലക്ഷം അതായത് സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എമൗണ്ട് ഓഫ് മണി മാറ്റിവെച്ചിരിക്കുന്നത്. സോ അതായത് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് കാരണം പ്രൈമറി സ്കൂൾസിൽ പഠനം നിർത്തിയിട്ട് സെക്കൻഡറി സ്കൂളിംഗ് തുടരാത്ത കുട്ടികൾക്ക് വേണ്ടി അവരുടെ പഠനം കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നമോ ലക്ഷ്മി സ്കീം. അപ്പോൾ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് കാരണം ആരെങ്കിലും പഠനം നിർത്തിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ് അല്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് നമോ ലക്ഷ്മി സ്കീം ഗുജറാത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വി ബാറ്റ് ഓട്ടോണോമസ് ഡ്രോൺസ്. ഇന്ത്യൻ ആർമി US ബേസ്ഡ് ആയിട്ടുള്ള Indian Army officially selected US-based firm Shield AI. ഓർത്തു വെക്കുക, വി ബാറ്റ് ഓട്ടോണോമസ് ഡ്രോൺസ്
ഡ്രോൺസ് ഇന്ത്യൻ ആർമി പർച്ചേസ് ചെയ്യുന്നത് ഏത് കമ്പനീൻ്റെ അടുത്തു നിന്നാണ്? ഷീൽഡ് AI, US ബേസ്ഡ് ഫേം ആയിട്ടുള്ള ഷീൽഡ് AIയിൽ നിന്നുമാണ് ഇന്ത്യൻ ആർമി ഒഫീഷ്യൽസ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഡ്രോൺസ്, VBAT ഡ്രോൺസ് പർച്ചേസ് ചെയ്യുന്നത്. അതായത് ഒരു Group 3 വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് അൺമാൻഡ് എയർക്രാഫ്റ്റ് സിസ്റ്റമാണ് VBAT ഓട്ടോണോമസ് ഡ്രോൺസ് എന്ന് പറയുന്നത്. അതായത് ഇതിൽ അൺമാൻഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് സിസ്റ്റമാണ്. ഇത് വെർട്ടിക്കൽ ലിഫ്റ്റ് ആണ് ഇതിനുള്ളത്. സോ അൺലൈക്ക് ട്രഡീഷണൽ ഡ്രോൺസ് ദാറ്റ് റിക്വയർസ് റൺവേസ്, VBAT ഡ്രോൺസ് യൂസ് എ യുണീക്ക് ഡക്റ്റഡ് ഫാൻ ഡിസൈൻ ടു ടേക്ക് ഓഫ് ആൻഡ് ലാൻഡ് വെർട്ടിക്കലി ലൈക്ക് എ റോക്കറ്റ്. സാധാരണ ഡ്രോൺ പോലെയല്ല, ഇതൊരു വെർട്ടിക്കൽ ലാൻഡിംഗ് ആണ് ഇതിനുണ്ടായിരിക്കുക. സോ അത് കൂടാതെ തന്നെ ഒരു ബാക്കിയുള്ള ഡ്രോൺസ് പോലെ ഇത് എന്ത് ചെയ്യുക, റൺവേസ് ആവശ്യമില്ല. ഇതെന്താ ചെയ്യുക, വെർട്ടിക്കൽ ഡക്റ്റ് ഡിസൈൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നമുക്കൊരു റോക്കറ്റിന് സിമിലർ ആണ് ഇതിന്റെ ഒരു ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഷീൽഡ് AI ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ ആൻഡ് ഷീൽഡ് AI US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫേമിന്റെ അടുത്തുമാണ് ഇന്ത്യ ഇത് പർച്ചേസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സമ്പൂർണത അഭിയാൻ, ലോഞ്ച് ഓഫ് സമ്പൂർണത അഭിയാൻ. സമ്പൂർണത അഭിയാൻ ആരുടെ ഇനീഷ്യേഷൻ ആണ്? നീതി ആയോഗ് CEO ആയിട്ടുള്ള, നീതി ആയോഗിന്റെ CEO വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. BVR സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിന്റെ CEO എന്ന് പറയുന്നത്, അല്ലെ? സോ അദ്ദേഹമാണ് സമ്പൂർണത അഭിയാൻ 2.0 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇതൊരു 3 മാസത്തെ ഇന്റൻസീവ് ക്യാമ്പയിൻ ആണ്. അതായത് ഇന്ത്യയുടെ വളരെ അണ്ടർ സെർവ്ഡ് ആയിട്ടുള്ള റീജിയണലുകളിൽ ക്രിട്ടിക്കൽ ഡെവലപ്മെന്റ് കൊണ്ടുവരിക, 100% അച്ചീവ് 100% സാച്ചുറേഷൻ ഓഫ് ക്രിട്ടിക്കൽ ഡെവലപ്മെന്റ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിന്റെ അണ്ടറിൽ ഒരു 112 ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റും 513 ആസ്പിറേഷണൽ ബ്ലോക്കുകളെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഹെൽത്ത്, ന്യൂട്രീഷൻ, എഡ്യൂക്കേഷൻ ഇതേപോലെയുള്ള സെക്ടേഴ്സിൽ 100% സമ്പൂർണത കൈവരിക്കുക എന്നുള്ളതാണ് സമ്പൂർണത അഭിയാൻ 2.0ന്റെ ലക്ഷ്യം. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഇലക്ട്രോണിക്സ് ആൻഡ് IT ജിതിൻ പ്രസാദ ലോഞ്ച് ന്യൂ ആധാർ ആപ്പ്. സോ മിനിസ്റ്റർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അശ്വിനി വൈഷ്ണവ് ആണ്. ദിസ് ഇസ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഇലക്ട്രോണിക്സ് ആൻഡ് IT. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ന്യൂ ആധാർ ആപ്പ്. അതായത് നമ്മുടെ ഇന്ത്യൻ നേഷന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഇൻട്രൊഡ്യൂസസ് എ പ്രൈവസി ഫസ്റ്റ് അപ്രോച്ച് ആൻഡ് അതായത് അലോയിങ് യൂസേഴ്സ് ടു അപ്ഡേറ്റ് മൊബൈൽ നമ്പേഴ്സ് ഫ്രം ഹോം. UIDAI ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ന്യൂ ആധാർ ആപ്പിൽ ആധാർ ഇൻഫോർമേഷൻ മോർ സെക്യൂർ ആൻഡ് അപ്ഡേറ്റഡ് ആയിട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സേഫ് ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ദ ആപ്പ് അലൗസ് സിറ്റിസൺസ്, അതായത് ഫോൺ നമ്പറൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു സിംഗിൾ ആപ്പിൽ തന്നെ ഫാമിലി മെമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആധാർ കാർഡുകൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ്, പൈമന പോർട്ടൽ. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ് പുതിയൊരു വെബ് ബേസ്ഡ് പോർട്ടൽ ആയിട്ടുള്ള പൈമന പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ പ്രോജക്ട് അസസ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ മോണിറ്ററിംഗ് അനലിറ്റിക്സ് ഫോർ നേഷൻ ബിൽഡിംഗ് എന്നുള്ളതാണ് പൈമന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ ഇനീഷ്യേറ്റീവ് ആണ്. സോ സെൻട്രലൈസ്ഡ് നാഷണൽ റെപ്പോസിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് ആൻഡ് വെബ് ജനറേറ്റഡ് അനലിറ്റിക്കൽ റിപ്പോർട്ട് ആൻഡ് ഡാറ്റ ആക്യുറസി ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പോർട്ടലിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതൊരു പ്രോജക്ട് മോണിറ്ററിംഗ് പോർട്ടലാണ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. റെഡി? നെക്സ്റ്റ്, ക്യാഷ്ലെസ് ഹെൽത്ത് കെയർ ഫോർ 14 lakh ടീച്ചേഴ്സ്. 14 ലക്ഷം ടീച്ചേഴ്സിന്, ഗവൺമെന്റ് ടീച്ചേഴ്സിന്, ഗവൺമെന്റ് ആൻഡ് ബേസിക് ആൻഡ് സെക്കൻഡറി, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിന് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാഫിന് വേണ്ടി ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഉത്തർപ്രദേശ് ക്യാബിനറ്റ്. അതായത് മെഡിക്കൽ എമർജൻസി ആൻഡ് മെഡിക്കൽ ഫിനാൻഷ്യൽ ബാരിയർ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ടീച്ചേഴ്സ് ഡേയിലാണ് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നത്.
നെക്സ്റ്റ്, ആസാം ലോഞ്ചസ് എറ്റിക്കോലി ദുട്ടി പാട്ട് സ്കീം ഫോർ ടീ വർക്കേഴ്സ്. അതായത് ചായത്തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി ആസാം ഗവൺമെന്റ് ലോഞ്ച് ചെയ്തതാണ് എറ്റിക്കോലി ദുട്ടി പാട്ട് സ്കീം എന്ന് പറയുന്നത്. ഏകദേശം 300 കോടി രൂപയാണ് ഇതിലേക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. 5000 രൂപയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ അതായത് ഓരോ 6 lakh ടീ ഗാർഡൻ വർക്കേഴ്സ് ഉണ്ട്, ഇവർക്ക് 5000 രൂപ വെച്ച് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ വൺ ടൈം അസിസ്റ്റൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ലാൻഡ് ഡീൽസിന് വേണ്ടി ആധാർ ഒതന്റിക്കേഷൻ മാൻഡേറ്ററി ആക്കിയിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ. സോ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ പ്രൊസീജിയർ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ഉത്തർപ്രദേശിൽ നടക്കുന്ന പ്രോപ്പർട്ടി രജിസ്ട്രേഷനിൽ ആധാർ കാർഡ് വാലിഡേഷൻ മാൻഡേറ്ററി ആക്കിയിരിക്കുകയാണ്. സോ ലൈക്ക് ബയേഴ്സ്, സെല്ലേഴ്സ്, വിറ്റ്നസ് ഇതിന്റെ ഒക്കെ ഈ KYC ബയോമെട്രിക് ഒതന്റിക്കേഷൻ ആൻഡ് ഈ സിഗ്നേച്ചേഴ്സ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഫ്രോഡന്റ് ആയിട്ടുള്ള കുറേയധികം പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ വരുന്നതുകൊണ്ട് തന്നെ അത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മുഖ്യമന്ത്രി ഗ്രാമോത്ഥൻ യോജന ഗുജറാത്താണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അണ്ടർ ദ സ്കീം വില്ലേജ് വിൽ ബി പ്രൊവൈഡഡ് വിത്ത് മോഡേൺ അർബൻ ഇക്വലന്റ് ഫെസിലിറ്റി, റോഡ്, ഇൻഫ്രാസ്ട്രക്ചർ, സാനിറ്റേഷൻ, സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ, ഗ്രാംസ്, കമ്മ്യൂണിറ്റി ഹാൾസ്, അങ്ങനെ ഒരു ഗ്രാമത്തിന്റെ എൻറിച്ച്മെന്റ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വില്ലേജിലുള്ള അമ്യൂണിറ്റീസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. 5th എഡിഷൻ ഓഫ് റസോമ ഓറഞ്ച് ഫെസ്റ്റിവൽ എവിടെ നടക്കുന്നതാണ്? 5th എഡിഷൻ ഓഫ് റസോമ ഓറഞ്ച് ഫെസ്റ്റിവൽ നാഗാലാൻഡിലാണ് നടക്കുന്നത്. മെയിൻലി ഇതിന്റെ അബണ്ടൻസ് ഓഫ് റസോമ എന്നുള്ളതാണ് ഇതിന്റെ തീം വരുന്നത്. ലൈക്ക് വില്ലേജ് വെൽഫെയർ ആൻഡ് റൂറൽ ഓൺടർപ്രണർഷിപ്പ് ഇംപ്രൂവ് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. വിങ്സ് ഇന്ത്യ അവാർഡ് 2026 മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് വിങ്സ് ഇന്ത്യ സംഘടിപ്പിക്കാറ്. സോ ബെസ്റ്റ് എയർപോർട്ട് ഓഫ് ദ ഇയർ നമുക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി ബെസ്റ്റ് എയർപോർട്ട് ഓഫ് ദ ഇയർ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ആണ്. ബെസ്റ്റ് എയർപോർട്ട് ഹാൻഡ്ലിംഗ് ഓവർ 25 million പാസഞ്ചർ പെർ ആനുവലി കാറ്റഗറിയിൽ കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ടിനാണ് സമ്മാനം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഓരോ അവാർഡുകൾ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. മഹാരാഷ്ട്ര ഡെപ്യൂട്ടി CM ആയിട്ടുള്ള അജിത് പവാർ ബരമതിയിൽ ഉണ്ടായിട്ടുള്ള പ്ലെയിൻ ക്രാഷിൽ വെച്ച് അന്തരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സോ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് മഹാരാഷ്ട്രയിലെ ഡെപ്യൂട്ടി CM ആയിട്ട് വന്നിരിക്കുകയാണ് അജിത് പവാറിന്റെ വൈഫായിട്ടുള്ള സുനേത്ര പവാർ ആണ് ഫസ്റ്റ് വുമൺ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ദേവിക സിഹാഗ് വിൻസ് മെയ്ഡ് ഇൻ BWF സൂപ്പർ 300 ടൈറ്റിൽ അറ്റ് തായ്ലൻഡ് മാസ്റ്റേഴ്സ്. സോ ദേവിക സിഹാഗ് ആണ് ഓൺലി 3rd ഇന്ത്യൻ വുമൺ സിംഗിൾ പ്ലെയർ ടു വിൻ a World Tour 300 title after trifling at $250,000 Thailand Masters in Bangkok. Next, അഗ്നി പരീക്ഷ അരുണാചൽ പ്രദേശിൽ നടന്നിട്ടുള്ള ജോയിന്റ് എക്സസൈസ് ആണ് അഗ്നി പരീക്ഷ എന്ന് പറയുന്നത്. ഇന്ത്യൻ ആർമി ആൻഡ് ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് ആണ് അഗ്നി പരീക്ഷ റീസെന്റ് അരുണാചൽ പ്രദേശിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ITBP ആൻഡ് ഇന്ത്യൻ ആർമിയിലെ വാരിയേഴ്സ് ആണ്, അതായത് ഇന്ത്യൻ ആർമിയിലെ കേഡറ്റ്സ് ആണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. സോ അമൃത് ഉദ്യാൻ വിന്റർ ആനുവൽ എഡിഷൻ ഇനോഗ്രേഷൻ ആൻഡ് ഓപ്പണിംഗ് സെറിമണിയിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 6th നാഷണൽ ക്രോപ്പ് ന്യൂട്രീഷൻ സമ്മിറ്റ് 2026 IMMA ഇന്ത്യൻ മൈക്രോ ഫെർട്ടിലൈസേഴ്സ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ആണ് ഈ ഒരു ഇന്ത്യൻ അഗ്രി ഇൻപുട്ട് സെക്ടർ ഫോക്കസ് ചെയ്തിട്ടുള്ള നാഷണൽ ക്രോപ്പ് സമ്മിറ്റ് 2026 ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ വെച്ചിട്ടാണ് ബാന്ദ്ര കുർല കോംപ്ലക്സ് മുംബൈയിലാണ് ഇത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ അഗ്രി ഇൻപുട്ട് സെക്ടർ ഫോക്കസ് ചെയ്യുന്ന ഇന്ത്യൻ മൈക്രോ ഫെർട്ടിലൈസർ മാനുഫാക്ചറിംഗ് അസോസിയേഷൻ ആണ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എവിടെ വെച്ചിട്ടാണ്? ബാന്ദ്ര കുർല കോംപ്ലക്സ് മുംബൈ. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ
meeting, India announced that it will host Global Big Cat Summit ഇപ്രാവശ്യം നടക്കാൻ പോകുന്നത് ന്യൂഡൽഹിയിലാണ് 2026. നമുക്കറിയാം 2023 7 മേജർ ബിഗ് കാറ്റ് സ്പീഷീസുകളുടെ ടൈഗർ, ലയൺ, ലപ്പേഡ്, സ്നോ ലെപ്പേഡ്, ജാഗ്വാർ, പൂമ പോലെയുള്ള 7 മേജർ ബിഗ് കാറ്റ് സ്പീഷീസുകളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതിൽ ജോഗ്വാർ ആൻഡ് പൂമ ഒഴികെ ബാക്കി 5 വെറൈറ്റിയിൽ വരുന്ന ബിഗ് കാറ്റ് സ്പീഷീസുകളും എവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്, എവിടെയുണ്ട്? നമ്മുടെ ഇന്ത്യയിലുണ്ട്. 75% ഓഫ് ടൈഗർ പോപ്പുലേഷനും വരുന്നത് വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ബിഗ് കാറ്റ് അലയൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യയാണ്. സോ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയാണ്. ഇപ്പോഴത്തെ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ പ്രസിഡന്റ് വരുന്നത് മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടുള്ള ഭൂപേന്ദർ യാദവ് ആണ്. സോ ഓസ്ട്രേലിയ ഓപ്പൺ വിന്നർ ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. നെക്സ്റ്റ് പ്രോ റെസ്ലിംഗ് ലീഗ് 2026 ടൈറ്റിൽ ഹരിയാന തണ്ടേഴ്സ് ആണ് വിൻ ചെയ്തിരിക്കുന്നത്. നോയിഡ ഇൻഡോർ സ്റ്റേഡിയം നോയിഡയിൽ വെച്ചിട്ടാണ് പ്രോ റെസ്ലിംഗ് ലീഗിൽ ഹരിയാന വിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. വേൾഡ് ക്യാൻസർ ഡേ ആണ് 4th ഫെബ്രുവരി. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ് ഇതിന്റെ തീം വരുന്നത്. ഇനി ഇന്ത്യസ് ഫസ്റ്റ് ഹൈഡ്രജൻ പവേർഡ് ആയിട്ടുള്ള എയർപോർട്ട് പാസഞ്ചർ ബസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ. അതായത് ഹൈഡ്രജൻ പവേർഡ് ആയിട്ടുള്ള എനർജിയാണ് ഈ ബസ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ബീസ് ബേഡ യാത്ര, അതായത് വേൾഡ് വെറ്റ്ലൻഡ് ഡേ. നമുക്കറിയാം ഫെബ്രുവരി 2 എന്ന് പറയുന്നത് വേൾഡ് വെറ്റ്ലൻഡ് ഡേയിലാണ് അല്ലെ. ഈ ദിവസം ഇതിനോടനുബന്ധിച്ച് 2 വെറ്റ്ലാൻഡുകൾ പുതിയതായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ആ വെറ്റ്ലൻഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. and അത് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്നും കൂടിയും കമന്റ് ചെയ്യുക. സോ വേൾഡ് വെറ്റ്ലൻഡ് ഡേ 4th കോൺസിക്യൂട്ടീവ് ഇയർ ബീസ് ബേഡ യാത്ര നടത്തിയിരിക്കുകയാണ് ഹരിക്കെ വെറ്റ്ലാൻഡിൽ. സോ ഹരിക്കെ പത്താൻ വെറ്റ്ലാൻഡ് പഞ്ചാബിൽ സ്ഥിതി ചെയ്യുന്ന വെറ്റ്ലാൻഡ് ആണ്. അവിടെയാണ് 4th കോൺസിക്യൂട്ടീവ് ഇയർ ബീസ് ബേഡ യാത്ര നടത്തിയിരിക്കുന്നത്. അതായത് ഇത് സത്ലജ് റിവറിന്റെ പൊല്യൂഷൻ തടയുന്നതിന് വേണ്ടി സത്ലജ് റിവറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുമുള്ള അവയർനെസ് സ്പ്രെഡ് ചെയ്യുന്നതിനാണ് ഈ ഒരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നത്. ഹരിക്കെ പത്താൻ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത് നോർത്തേൺ ഇന്ത്യയിലുള്ള ലാർജസ്റ്റ് മാൻ മെയ്ഡ് വെറ്റ്ലാൻഡ് ആണ്. നെക്സ്റ്റ്, ഇന്ത്യൻ ഒറിജിൻ സയന്റിസ്റ്റ് വീരഭദ്രൻ രാമനാഥൻ വിൻസ് 2026 നൊബൈൽ ഓഫ് ജിയോ സയൻസ്. വീരഭദ്രൻ രാമനാഥൻ ആൻഡ് നൊബൈൽ ഓഫ് ജിയോ സയൻസ് നേടിയിരിക്കുകയാണ്. നൊബൈൽ ഓഫ് ജിയോ സയൻസ് അല്ലെങ്കിൽ ക്രാഫോർഡ് പ്രൈസ് ഇൻ ജിയോ സയൻസ്. മേ ബി ക്രാഫോർഡ് പ്രൈസ് ഇൻ ജിയോ സയൻസ് ആണ് ഇത് പോപ്പുലർലി നോൺ ആസ് നൊബൈൽ ഓഫ് ജിയോ സയൻസ്. ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? വീരഭദ്രൻ രാമനാഥനാണ്. സോ മിലാനോ കോർട്ടീന 2026, അതായത് ഒളിമ്പിക് ആൻഡ് പാരാലിമ്പിക് വിന്റർ ഗെയിം നടക്കുന്നത് ഇറ്റലിയിൽ വെച്ചിട്ടാണ്. സോ 6 to 22 ഓഫ് ഫെബ്രുവരി ആണ് ഒളിമ്പിക്സ്. പിന്നീട് 6 to 15 ആണ് പാരാലിമ്പിക്സ് നടക്കുന്നത്. ഇതിന്റെ മസ്കോട്ട് ടിന ആൻഡ് മിലോ ആണ് ഇതിന്റെ മസ്കോട്ട്സ് എന്ന് പറയുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. അതായത് ഇറ്റലിയിലുള്ള സിറ്റീസിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു പേര് ഉണ്ടാക്കിയിരിക്കുന്നത്. മിലോ ദ പാരാലിമ്പിക്സ് മസ്കോട്ടാണ്, ടിന ദ ഒളിമ്പിക് മസ്കോട്ടാണ്. ഓപ്പറേഷൻ കിയ എന്ന് പറയുന്നത്, സോ ഇറ്റ്സ് എ ന്യൂസ് ഡ്യൂ ടു ഓപ്പറേഷൻ കിയ ആസ് എ ജോയിന്റ് കൗണ്ടർ ടെററിസം. അതായത് ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സസ് ജമ്മു ആൻഡ് കാശ്മീരിലുള്ള റിമോട്ട് ഫോറസ്റ്റ് ഏരിയാസിലുള്ള ഇവിടെ ഹൈഡ് ചെയ്യുന്ന ടെററിസ്റ്റുകളെ ന്യൂട്രലൈസ് ചെയ്യാൻ നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കിയ എന്ന് പറയുന്നത്. സോ സബ് ഹസാർ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഏകദേശം 1.11 lakh ഗ്രാമപഞ്ചായത്തുകളിൽ AI എനേബിൾഡ് ആയിട്ടുള്ള ഓട്ടോമേറ്റഡ് ഗ്രാമസഭാ മീറ്റിങ്ങുകളുടെ സമ്മറൈസേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ കുറേ അധികം ടൈം സേവിങ് ആൻഡ് എഫിഷ്യൻ്റ് ആയിരിക്കും ഇത് ഒഫീഷ്യൽസിന്. സോ മൾട്ടിലിംഗ്വൽ ആക്സസ്, എല്ലാവർക്കും ഇത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് സാധിക്കും. സോ സബ് ഹസാർ ഇനീഷ്യേറ്റീവ് ഇസ് ദി
is in the news of as of over 1.11 lakh Grama Panchayat has adopted AI-enabled tool for automated Gram Sabha meeting summarization as of January 2026. അതായത് AI പവേർഡ് ആയിട്ടുള്ള വോയിസ് ടു ടെക്സ്റ്റ് ഓഫ് മീറ്റിംഗ് സമ്മറൈസേഷൻ പ്ലാറ്റ്ഫോം ആണ് അതായത് മീറ്റിംഗിന്റെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് AI എന്ത് ചെയ്യും, വോയിസിനെ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള റിപ്പോർട്ടായിരിക്കും അപ്പോൾ വരിക അല്ലേ. സോ അതിനെയാണ് സബ് ഹസാർ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. എക്സസൈസ് വായുശക്തി, ഇന്ത്യൻ എയർഫോഴ്സ് കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സസൈസ് ആണ് എക്സസൈസ് വായുശക്തി. രാജസ്ഥാനിലാണ് ഈ എക്സസൈസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിനു മുന്നേ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഭാരത് ടാക്സി ഇനീഷ്യേറ്റീവ്. ഇന്ത്യയുടെ ഒല, ഊബർ പോലെയുള്ള റൈഡ് ഹൈലിംഗ് പ്ലാറ്റ്ഫോമുകൾക്ക് ബദലായി അതിന് ഒരു ഓൾട്ടർനേറ്റീവ് എന്നോണമാണ് ഇന്ത്യയുടെ ഫസ്റ്റ് കോപ്പറേറ്റീവ് റൈഡ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം വന്നിരിക്കുന്നത്. സോ ഭാരത് ടാക്സി, ഇത് ഭാരത് ടാക്സി എന്ന് പറയുമ്പോൾ മറ്റ് ആപ്പുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടി ട്രാൻസ്പെറന്റ് ആണ്, ഓണർ പാർട്ട്ണർഷിപ്പ് ഉള്ളതാണ്. ഇത് അമിത്ഷയാണ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോർപ്പറേറ്റീവ് സെക്ടറിലുള്ള ആദ്യത്തെ ടാക്സി സർവീസ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് അമിത്ഷാ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. സോ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്ക് നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കറണ്ട് അഫയേഴ്സ് വിത്ത് അനു എന്നാണ് എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പേര്. കറണ്ട് അഫയേഴ്സ് വിത്ത് അനു. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. സോ ബൈ.